നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു ഫാൻറ്റസി കോമഡി ചിത്രമാണ് വണ്ടർഫുൾ നൈറ്റ് മെയർ. കഥയുടെ പേര് പോലെ തന്നെ ജീവിതം എത്ര അത്ഭുതകരമായ സ്വപ്നമാണെന്ന് കാണിച്ചു തരുന്ന സിനിമയാണ് ഇത്. ഇതുപോലുള്ള സിനിമകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അധികം സമയം കളയാതെ കഥയുടെ മായാലോകത്തിലേക്ക് നമുക്ക് പോകാം. കഥ ഫ്രെയിമിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് കഥാനായികയായ യോണിൻ്റെ ഒരു പഴയകാല ഓർമ്മയാണ്. തൻ്റെ അച്ഛൻ്റെ മുഖം കണ്ടിട്ടില്ലെങ്കിലും തൻ്റെ അച്ഛൻ കപ്പൽ ജോലിക്കാരനാണെന്ന് അവൾക്കറിയാം. അദ്ദേഹം ഒരിക്കൽ മരിക്കും, അമ്മ അതിൽ തകർന്നു പോകും. എന്നാൽ യോൺ കഠിനഹൃദയമുള്ളവളായതുകൊണ്ട് പഠനത്തിൽ മാത്രം ശ്രദ്ധ കൊടുക്കും. അങ്ങനെ അവളുടെ അമ്മയും മരിക്കും. എന്നാലും അവൾ പഠനത്തിൽ ശ്രദ്ധ കൊടുത്ത് ഒരു വക്കീലായി മാറും. പിന്നെ കാണിക്കുന്നത് വക്കീലായ യോൺ അവൾക്ക് കുടുംബമോ കുട്ടികളോ വെറും ഒരു സമയപ്പോക്കാണെന്ന് പറഞ്ഞ് വിവാഹം കഴിക്കാതെ നടക്കുന്നു. ജീവിതം, പണം, പദവി എന്നിവയാണ് അവൾക്ക് പ്രാധാന്യം നൽകുന്നത്. പിന്നെ കാണിക്കുന്നത് യോൺ ഒരു സിഒയുടെ മകൻ്റെ പീഡന കേസ് ഒത്തുതീർപ്പാക്കാൻ പോകുന്നതാണ്. അവിടെ ഇരിക്കുന്ന അമ്മയോടും മകളോടും കാശ് വാങ്ങി ഇത് ഒത്തുതീർപ്പാക്കാൻ അവൾ നോക്കുന്നു. എന്നാൽ ഇത് കേട്ട് ആ പെൺകുട്ടിയുടെ അമ്മ ചൂടാകുന്നു. നീയും ഒരു പെണ്ണല്ലേ എന്ന് ചോദിച്ച് ചൂടാകും. എന്നാൽ അമ്മയുടെ മകൾ ആ കാശ് വാങ്ങാമെന്ന് പറഞ്ഞ് അത് ഒത്തുതീർപ്പാക്കുന്നു. അങ്ങനെ രാത്രി അവൾ തിരിച്ചു വരുമ്പോൾ അവളുടെ വണ്ടി അപകടത്തിൽപ്പെടുകയാണ്. പിന്നെ അവൾ കണ്ണു തുറക്കുന്നതോ സ്വർഗത്തിൽ. അവിടെയുള്ള റിസപ്ഷനിൽ ചോദിച്ചപ്പോഴാണ് അറിയുന്നത് അവർക്ക് ആള് മാറിപ്പോയതാണെന്ന്. അവർ ഉടനെ അവിടുത്തെ ഹെവൻ ഓഫീസറുടെ അടുത്തേക്ക് അവളെ അയക്കും. അവിടെ ചെന്നപ്പോൾ ഹെവൻ ഓഫീസർ പറയുകയാണ്, അതെ, ഞങ്ങൾക്ക് ആള് മാറിപ്പോയതാ. ഇപ്പോൾ തിരികെ നിങ്ങൾക്ക് ശരീരത്തിൽ കയറാൻ പറ്റില്ല. അത് 1 മാസം എടുക്കും. അതുവരെ നിങ്ങൾ മറ്റൊരാളുടെ ശരീരത്തിൽ നിൽക്കേണ്ടി വരും. യോൺ അത് കേട്ട് ചൂടാകും. എന്നാലും അവർ പറയുന്നത് അവൾ അനുസരിക്കും. പിന്നെ അവൾ കണ്ണു തുറക്കുന്നത് ഒരു വീട്ടമ്മയുടെ രൂപത്തിലാണ്. അവൾ ഇത് കണ്ട് ഞെട്ടി നിൽക്കുമ്പോഴോ ആ വീട്ടമ്മയുടെ ഭർത്താവ് ഹാങ് അങ്ങോട്ട് വരും. അവനെ കണ്ടതും ഇവൾ നിലവിളിച്ച് പോലീസിനെ വിളിക്കാൻ നോക്കും. അപ്പോൾ അവൻ പറയും, ഇന്നലത്തേതിന് സിനിമ കണ്ടിട്ടാണോ നിനക്ക് ഭ്രാന്ത് കയറിയെന്ന് പറഞ്ഞ് അവൻ ഓഫീസിലേക്ക് പോകാൻ ഡ്രസ്സ് മാറാൻ പോകും. ഈ തക്കത്തിന് അവിടെ ഉണ്ടായ ഫാമിലി ഫോട്ടോ എടുത്ത് നോക്കുകയാണ് നമ്മുടെ യോൺ. അതെ, ഈ പോയത് താൻ കയറിയിരിക്കുന്ന സ്ത്രീയുടെ ഭർത്താവാണെന്ന് അവൾക്ക് മനസ്സിലാവുകയാണ് അവിടെ. പിന്നെ കാണിക്കുന്നത് അവിടെ നിന്ന് പുറത്തിറങ്ങാൻ നോക്കുന്ന അവൾ കാണുന്നതോ അവിടെ ഇരുന്ന് അവരുടെ മൂത്ത പുത്രി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഇവളെ കണ്ടതും അവൾ കൈ ചൂണ്ടിയിട്ട് കാശ് ചോദിക്കും. ഇവളത് കണ്ട് ഭയന്നു നിൽക്കുമ്പോഴോ അമ്മ എന്ന് വിളിച്ച് ഹാറു എന്ന അവരുടെ ഏറ്റവും താഴ്ന്ന കുട്ടി അങ്ങോട്ട് വരും. അവൻ ഇവളെ കെട്ടിപ്പിടിക്കാൻ നോക്കും. ഇവളത് കണ്ട് പേടിച്ചിട്ട് സോഫയിൽ കയറിയിരിക്കും. പിന്നെ കാണിക്കുന്നതിന് ഹാറുവിനെ സ്കൂളിലെ ബസ് കയറ്റി വിടാനായി യോൺ അവനെ കൊണ്ടുപോകുന്നതാണ്. അവനെ കൊണ്ടല്ല, അവൻ അവളെയും കൊണ്ടുപോകുന്നതാണ്. അവസാനം അവനെ ബസ് കയറ്റുന്ന സ്ഥലത്തെത്തുമ്പോഴോ അവിടുത്തെ വീട്ടമ്മമാരൊക്കെ ഇവളോട് സംസാരിക്കുകയാണ്. വീട്ടമ്മമാർ ഉദ്ദേശിച്ച ആളല്ലല്ലോ ഇത് എന്ന് നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ. എന്നിട്ട് അവനെ സ്കൂളിൽ കയറ്റി വിട്ടതിന് ശേഷം വീട്ടമ്മമാരെല്ലാം കൂടി ഇവളെയും കൂട്ടി ഓരോ സാധനങ്ങൾ വാങ്ങാൻ പോകും. എന്നിട്ട് ആ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ ഇവൾ ബാത്റൂമിൽ കയറുമ്പോൾ ആ ഓഫീസർ, ഹെവൻ ഓഫീസർ അങ്ങോട്ട് വരും. എന്നിട്ട് അവളോട് സമയവും കാലവും എല്ലാം പറയും. പക്ഷെ അവൾ ചൂടാകും. പക്ഷേ തൻ്റെ വിവരമോ ഒന്നും ഇവിടുത്തെ ആളുകളെ അറിയിക്കരുതെന്ന് ഹെവൻ ഓഫീസർ പറയും. അതനുസരിച്ച് അവർ മിണ്ടാണ്ട് നിൽക്കും. രാത്രി എല്ലാവരും വീട്ടിലെത്തുമ്പോഴോ യോൺ VIP ആളുകൾ തിന്നുന്നത് പോലെ ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇനിയുള്ള പ്രശ്നം. രാത്രി ഉറങ്ങാൻ അവർക്ക് റൂമിലേക്ക് പോകണം. അവിടെയാണ് ഹാൻ ഇരിക്കുന്നത്. ഹാനിനെ ഓടിപ്പിക്കാൻ അവൾ നോക്കും. പക്ഷേ ഹാൻ റൊമാൻറ്റിക് കാണിക്കാൻ അവളുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും അവൾ അവൻ്റെ കൈ പിടിച്ച് ലോക്കാക്കും. പിന്നെ കാണിക്കുന്നത് യോങ് ഹോളിൽ കിടന്നുറങ്ങുന്നതാണ്. പിറ്റേ ദിവസം തന്നെ യോങ് തൻ്റെ യഥാർത്ഥ വീട്ടിലേക്ക് ചെല്ലും. എന്നിട്ട് അവിടെയുള്ള കാർഡെല്ലാം എടുത്ത് കുറേ ആഡംബര സാധനങ്ങൾ വാങ്ങും. അവൾ പഴയ ഓർമ്മയിലാണ് ഇതെല്ലാം വാങ്ങുന്നതെന്ന് ഓർക്കണം. പിന്നെ കാണിക്കുന്നത് ഹാറു കൂട്ടുകാരുമായി സംസാരിച്ചിരിക്കുന്നതാണ്. എൻ്റെ അമ്മയ്ക്ക് ഓർമ്മയ്ക്ക് എന്തൊക്കെ കുറവുള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് അവൻ പറയുന്നു. അപ്പോൾ ഒരു കൂട്ടുകാരൻ പറയാണ്, എൻ്റെ അമ്മയ്ക്ക് ഇതുണ്ടായിരുന്നു, അപ്പോൾ വിറ്റാമിൻ ഗുളിക കൊടുത്തപ്പോഴാണ് അതൊക്കെ തീർന്നതെന്ന് പറയുമ്പോൾ അവനിത് കേട്ട് അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിലേക്ക് പോകും. എന്നിട്ട് അവിടെ നിന്ന് വിറ്റാമിൻ ഗുളിക വാങ്ങി വീട്ടിലേക്ക് വരും. വീട്ടിലെത്തിയ ഉടനെ അവൻ ഒരു വിറ്റാമിൻ ഗുളിക പൊട്ടിച്ച് അമ്മയ്ക്ക് കൊടുക്കും. അവൾ അവൻ്റെ നിർബന്ധ പ്രകാരം തിന്നേണ്ടി വരും. അപ്പോൾ
അവൾ പറയുന്നുണ്ട് ഈ ചെക്കനെന്താ ഭ്രാന്ത് കയറിയോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വീട്ടിലെത്തിയ ഹാൻ അവൾ വാങ്ങിയ വസ്തുക്കളെല്ലാം കണ്ട് ഇതിനുള്ള കാശ് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ച് വരുമ്പോഴേക്കും പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു കോള് വരാണ്. അവിടേക്ക് പോയപ്പോഴോ യോനിൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറിയതിന് ഇപ്പോഴുള്ള യോനിന് ഒരു കേസ് വന്നിരിക്കുകയാണ്. അവളുടെ കാശ് അതിക്രമിച്ചെടുത്തു എന്നെല്ലാം പറഞ്ഞാണ്. കാശ് തിരികെ അടിക്കാമെന്ന് പറഞ്ഞ് ഹാൻ അവളെ നിന്ന് കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം ഹാറു ഗുളിക മുടങ്ങാതെ അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇവൻ എന്നെ വിറ്റാമിൻ കഴിപ്പിച്ച് കൊല്ലും എന്നൊക്കെ അവൾ പറയുന്നുമുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഹാങ് വരികയാണ്. എന്നിട്ട് അവളെ ഹാങ്ങിൻ്റെ ഓഫീസുകാർ നടത്തുന്ന പാർട്ടിയിലേക്ക് വരാൻ പറയുന്നു. പിന്നെ കാണിക്കുന്നത് പാർട്ടി സ്ഥലത്താണ്. ഹാൻ നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും യോൻ അങ്ങോട്ട് വരികയാണ്. യോനെ ഇതുവരെ കാണാത്ത ലുക്കിലാണവൻ നോക്കുന്നത്. എന്നിട്ട് അവർ ഉള്ളിലേക്ക് കയറുന്നു. പാർട്ടി സ്ഥലത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള സീനിയർ അവനെ കുറച്ച് പൊക്കി പറയുകയും ഹാനിനെ താഴ്ത്തി പറയുകയും ചെയ്യും. എന്നാൽ ഇതിൽ ശുഭിതയായ യോൻ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. ഇത് സീനിയറിന് ഇഷ്ടമാവില്ല. തിരികെ പോരുമ്പോൾ ഹാൻ യോനിനോട് ചൂടാകും. എൻ്റെ ജോലി നീ കളയോ, അയാളെ ഇങ്ങനെ എതിർത്ത് സംസാരിക്കാൻ പാടില്ല എന്ന് പറയും. ആ സമയത്ത് സീനിയർ അങ്ങോട്ട് വരും. എന്നിട്ട് അവനോട് ഭീഷണിപ്പെടുത്തും. എന്നിട്ട് അവർ തിരികെ പോകുമ്പോൾ ഉടനെ അവൻ പറയും വീട്ടിൽ വേല ചെയ്യുന്നവർ വേല ചെയ്താൽ മതി എന്ന്. ഇത് കേട്ടതും ഹാനിന് ദേഷ്യം വരും. ഉടനെ അവൻ വന്ന് ആ സീനിയറിൻ്റെ മുഖത്തിട്ടൊരെണ്ണം കൊടുക്കും. പിന്നെ കാണിക്കുന്നത് ബാറിലിരുന്ന് മദ്യപിക്കുന്ന 2 പേരെയുമാണ്. അവൻ അവിടെ പറയുന്നുണ്ട് നിന്നെ പറയുമ്പോൾ എനിക്ക് നോക്കി നിൽക്കാൻ പറ്റുമോ. ഇതൊക്കെ കാണുമ്പോൾ യോന് സന്തോഷമാകുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഹാന വീണ്ടും കാശ് ചോദിക്കാൻ യോനിൻ്റെ അടുത്തെത്തുന്നു. എന്നാൽ യോൻ ഇതിലൊരു കള്ളക്കളി കാട്ടും. 100 പേപ്പർ കവർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിനക്ക് $100 തരാമെന്ന് പറയും. ഇത് കേട്ട് നമ്മുടെ ഹാനിൻ്റെ മുഖം ചുങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ആ ഫ്ലാറ്റിൻ്റെ എല്ലായിടത്തുമുള്ളവരും കൂടി ഒരു ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നതാണ്. ഹാറു താഴെ വീണു പോകും. അപ്പോൾ അവനെ അവിടെയുള്ള ഒരു കടക്കാരൻ സഹായിക്കും. അപ്പോൾ അവിടെയുള്ള ഫ്ലാറ്റുകളുടെ ഓണറായ ഒരു ചേച്ചി വന്ന് അയാളോട് ചൂടാകും. നിങ്ങൾ എനിക്കുള്ള കാശ് തന്നിട്ടില്ല, തന്നിട്ട് അവിടെ കച്ചവടം നടത്തിയാൽ മതി എന്നെല്ലാം പറഞ്ഞ് ചൂടാകും. ഇത് കാണുമ്പോൾ ഹാറു യോനിൻ്റെ അടുത്ത് ചെന്ന് അവരെ സഹായിക്കാൻ പറയും. നമ്മുടെ യോൻ ഒരു വക്കീലാണല്ലോ. അപ്പോൾ തന്നെ അവൾ അങ്ങോട്ട് ഇറങ്ങും. എന്നിട്ട് ആ ഫ്ലാറ്റിൻ്റെ അഴിമതികളെല്ലാം പറയും. ഇത് കേട്ടതും ഫ്ലാറ്റ് ഓണർ അവിടെ നിന്ന് മുങ്ങും. എല്ലാവർക്കും അവൾ ഒരു ഹീറോയിനായി മാറിയിട്ടുണ്ട് അവിടെ. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. യോൻ പറഞ്ഞതുപോലെ തന്നെ 100 കവർ ഉണ്ടാക്കി കൊടുത്ത് അവളുടെ കയ്യിൽ നിന്ന് 100 വോൺ വാങ്ങുകയാണ് ഹാന. എന്നാൽ അവൾ പോകുന്നത് അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ഒരു ചെക്കൻ്റെ അടുത്തേക്കാണ്. വീട്ടിലെത്തിയതും അവൻ അവൻ്റെ കൂട്ടുകാരിയും കൂടി വിട്ട് ഹാനയെ ഉപദ്രവിക്കും. തിരികെ വീട്ടിലെത്തിയ ഹാന റൂമിൽ കയറി വാതിലടിക്കും. യോൻ മുറിയിൽ കയറി നോക്കുമ്പോൾ എല്ലാം മനസ്സിലാകും. യോൻ അവളെ സമാധാനപ്പെടുത്തും. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം ഇന്നലെ നടന്ന ഹാനയുടെ സംഭവത്തിൽ എല്ലാവരും ഒരു യോഗം കൂടുന്നതാണ് സ്കൂളിൽ. അവിടെ ഹാനയുടെ അമ്മയും അതുപോലെ ഹാനയെ ഉപദ്രവിച്ച ചെക്കൻ്റെ അച്ഛനും കൂടിയിട്ടാണ് യോഗം ചെയ്യുന്നത്. കാശ് തന്ന ഒതുക്കാമെന്നും കാശ് വാങ്ങിപ്പോയാൽ പിന്നെ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടാവില്ല എന്നും എൻ്റെ മോനെതിരെ കേസ് കൊടുക്കുകയാണെങ്കിൽ അവനെ ഞാൻ പുറത്തു വിടും, അവനിതിലൊരു പ്രശ്നമുണ്ടാവില്ല, നിൻ്റെ മകൾക്ക് തന്നെയാവും പ്രശ്നം വരിക എന്ന് പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തും. ഇതെല്ലാം നമ്മുടെ യോൺ റെക്കോർഡ് ചെയ്ത് വെച്ചത് കേൾപ്പിച്ചു കൊടുക്കും. ഇത് കേട്ടതും അയാൾ പെട്ടെന്ന് പേടിക്കും. എന്നിട്ട് അവൾ കേസ് മാധ്യമങ്ങളിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഏറ്റുപോകാൻ നോക്കുമ്പോൾ ആ ചെക്കൻ അവിടെ വന്ന് വലിയ വാചകം അടിക്കും. വലിയ ആൾക്കാരോട് എതിർത്ത് സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് മുടി പിടിച്ച് മലർത്തിയടിക്കും. പിന്നെ കാണിക്കുന്നത് പുറത്തിരുന്ന് സംസാരിക്കുന്ന അമ്മയും മകളെയുമാണ്. എല്ലാ കാര്യങ്ങളും അമ്മയോട് പറയണമെന്ന് യോൻ പറയുന്നുണ്ട്. അവൾ തലയാട്ടുന്നുമുണ്ട്. പിന്നെ കാണിക്കുന്നത് യോൻ ആ ജീവിതമായി ഇണങ്ങിച്ചേർന്ന് പോകുന്നതാണ്. ഒരു ദിവസം അവൾ അങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്ക് ഹെവൻ ഓഫീസർ വരികയാണ്. എന്നിട്ട് സമയം തീരാറായി എന്ന് പറയും. അപ്പോൾ അവളുടെ മുഖം ഒന്ന് വാടുന്നുണ്ട്. ഈ സമയത്ത് ഓഫീസിൽ ഹാൻ സമർപ്പിക്കപ്പെട്ട പ്രൊജക്റ്റൊക്കെ സീനിയർ റദ്ദാക്കി കളയുകയാണ്. ഇതൊക്കെ ആളെ കണ്ട് ക്ഷമ ചോദിച്ചാലും അയാൾ ഇവനെ ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് വിടുന്നു. നമ്മുടെ യോൻ പോയി ആദ്യം മാപ്പ് ചോദിക്കും. എന്നാൽ അദ്ദേഹം മാപ്പ് തരില്ല. ഉടനെ മെയിൽ ഓഫീസർമാരെ വിളിച്ച് അവർ അവിടെയുള്ള അഴിമതിയെല്ലാം പറയും. ഇത് കേട്ടതും അയാൾ
മെയിൻ ഓഫീസർമാരെ കാണാനായി അവിടെ നിന്ന് ഓടും. പിന്നെ കാണിക്കുന്നത് ഹാറു ബോധം കെട്ട് താഴെ വീണതിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ്. അവന് കണ്ണിനൊരു പ്രശ്നമുണ്ടെന്ന് ആ ഡോക്ടർ പറയും. ഇതേ പ്രശ്നം യോനിനും ഉണ്ടായിരുന്നു പണ്ട്. അതെല്ലാം അവൾ ആലോചിച്ച് നിൽക്കും. പിന്നെ തറസിലേക്ക് പോകുമ്പോൾ അവിടെ ഹെവൻ ഓഫീസർ വന്ന് പറയും, നാളെ നമുക്ക് തിരിച്ചു പോകണം എന്ന് പറയും. ഇത് കേട്ടതും യോൻ ചൂടാകും. അവൻ്റെ ഓപ്പറേഷൻ സമയത്തെങ്കിലും അവൻ്റെ അമ്മ അവന് കൂടെ ഉണ്ടാകണമെന്ന് തോന്നില്ലേ എന്നെല്ലാം പറഞ്ഞ് അവൾ ബഹളം ഉണ്ടാക്കും. എന്നാൽ ഇതൊന്നും ഹെവൻ ഓഫീസർ കേൾക്കാതെ അവിടെ നിന്ന് പോകും. അപ്പോഴേക്കും ഹാൻ അവിടെ വന്ന് അവളെ സമാധാനപ്പെടുത്തും. അന്ന് രാത്രി യോൻ ഹാറുവിൻ്റെ കൂടെയാണ് ചെലവഴിക്കുന്നത്. അവൾക്ക് നല്ല വിഷമവുമുണ്ട്. പിറ്റേ ദിവസം അവളെ തിരിച്ചു വിളിക്കാനായി ഹെവൻ ഓഫീസർ വരികയാണ്. എന്നാൽ അവൾ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവസാനമായി അവരോട് യാത്ര പറയണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടുന്നു. എന്നാൽ ഹെവൻ ഓഫീസർ അവിടെ അവളെ തടയുന്നു. പെട്ടെന്ന് അവളെ ഒരു ടിപ്പർ ഇടിക്കാൻ വരുന്നുണ്ട്. ഹെവൻ ഓഫീസർ ആ വണ്ടിയെ അവിടെ നിർത്തി അവൾക്കൊരു അവസരം കൂടി കൊടുക്കുന്നു. അവൾ നേരെ ഓടിച്ചെന്ന് എല്ലാവരോടും യാത്ര പറയുകയാണ്. എന്നിട്ട് അവൾ തിരിച്ച് നടന്നു പോകും. എന്നിട്ട് അവൾ കണ്ണു തുറക്കുന്നതോ തിരിച്ച് അവളുടെ പഴയ രൂപത്തിലാണ്. ഉടനെ തന്നെ അവൾ ഹാറുവിനെ അഡ്മിറ്റ് ചെയ്തിരുന്ന ആശുപത്രിയിൽ പോയി ചെക്ക് ചെയ്യും. എന്നാൽ അവിടെ നിന്ന് അവർ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ അവർ താമസിച്ചിരുന്ന ഫ്ലാറ്റിലെയും പോയി നോക്കും. അവിടെ നിന്നും അവർ മാറിപ്പോയെന്ന് അവൾ തിരിച്ചറിയും. അതിനുശേഷം കാണിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ്. അവൾ തിരികെ ഓഫീസിലെത്തി തൻ്റെ ജൂനിയർക്ക് ആദ്യം നടന്ന കേസില്ലേ, ആ സിഒയുടെ ആ കേസിൻ്റെ തെളിവെടുത്ത് കൊടുക്കുകയാണ്. മാധ്യമങ്ങളിൽ പബ്ലിഷ് ചെയ്യാൻ അവൾ ആവശ്യപ്പെടും. എന്തിനാണെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഇനിയെങ്കിലും നല്ലത് ചെയ്യണ്ടേ എന്ന് അവൾ പറയും. പിന്നെ കാണിക്കുന്നത് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുന്ന യോനിനെയാണ്. അവൾ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പോഴും അവളുടെ വിറ്റാമിൻ ഗുളിക തിന്നുന്നത് തീർന്നിട്ടില്ല. നമ്മുടെ ഹാറ് കൊടുത്തു തുടങ്ങിയതാണെന്ന് ഇപ്പോഴും അവൾ തുടർന്നു വരുന്നുണ്ട്. ഈ സമയത്ത് അവർക്കൊരു പഴയ ഡയറി കിട്ടുകയാണ്. അതിൽ അവരുടെ ഫാമിലി ഫോട്ടോ കാണുകയാണ്. ഇത്ര കൊല്ലമായി അച്ഛനെ കാണാത്ത അവൾ ആദ്യമായി അച്ഛനെ കാണുന്നു. അതെ, അത് ഹെവൻ ഓഫീസർ ആയിരുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ട്, തൻ്റെ അച്ഛൻ ജീവിതം എന്താണെന്ന് കാണിച്ചു തരാനാണ് തനിക്കിത് കാണിച്ചു തന്നേ എന്ന് അവൾ പറഞ്ഞ് അവിടെ ഇരുന്ന് കരയുന്നു. പിന്നെ കാണിക്കുന്നത് ന്യൂസിലാൻഡിലേക്ക് പോകാനായി പ്ലെയിനിൽ കയറുന്ന യോനിനെയാണ്. അവൾ ബാഗ് എടുത്തു വെക്കുമ്പോൾ പെട്ടെന്നൊരു കുട്ടി അവളോട് സംസാരിക്കുകയാണ്. അതെ, അത് നമ്മുടെ ഹാറു ആണ്. അവനെ കണ്ടതും അവൾ ഹാറു എന്ന് വിളിക്കും. ഇത് കേട്ടതും ഹാറു പറയും, നിങ്ങൾക്കെങ്ങനെ എൻ്റെ പേരറിയാം എന്ന് ചോദിക്കും. അപ്പോഴേക്കും ബാക്കി 2 പേരും അങ്ങോട്ട് വരും. ഇത് കണ്ടതും നമ്മുടെ യോനിന് സന്തോഷമാകും. ഒരേ സീറ്റിലാണ് അവർ ഇരിക്കുന്നത്. ആ സമയത്ത് യോൻ ചോദിക്കും, നിങ്ങൾ എങ്ങോട്ടാണെന്ന്. അപ്പോൾ ഹാറു പറയും, എൻ്റെ അമ്മയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു ന്യൂസിലാൻഡിൽ പോകാൻ, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണെന്ന് പറയും. ഇത് കേട്ടതും നമ്മുടെ യോൻ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് അമ്മ എവിടെയെന്ന് ചോദിക്കും. അമ്മ മരിച്ചുവെന്ന് പറയും. ഇത് കേട്ടതും യോൻ വിഷമിക്കും. എന്നിട്ട് പ്ലെയിൻ എടുക്കുന്ന ടേക്ക് ഓഫ് ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ യോനിൻ്റെ മുഖം കാണിക്കുന്നുണ്ട്. അതെ, ഇനിയും തനിക്ക് പുതിയ ജീവിതമുണ്ട് എന്ന് കാണിച്ച് ഈ ചലച്ചിത്രം അവിടെ അവസാനിക്കുകയാണ്. ഈ ചിത്രം നമുക്ക് പകർന്നു നൽകുന്ന ഒരു അറിവുണ്ട്. ജീവിതം വിജയത്തിൽ മാത്രമല്ല, സ്നേഹത്തിലും കുടുംബ ബന്ധത്തിലുമാണ് എന്നത്. ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത സിനിമയായി കാണുന്നത് വരെ ബൈ.